വെൽക്കം ബാക്ക് അഗൈൻ. ബിനു ആണ്. ആഹാ, ഇപ്പം രാവിലെ തന്നെ ഞാനും ദാസപ്പുറം ഇപ്പം എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആലപ്പുഴ സീറോ ജെട്ടിലാണ് നമ്മൾ വന്നത്. അതിലാണ് വന്നത് കേട്ടോ. ഒരു കാറിന് കഷ്ടി പോകാന്നുള്ള വഴിയേ ഉള്ളൂ കേട്ടോ. മുന്നോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ബോട്ടൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അതേ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിലെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അങ്ങനെ നമുക്കങ്ങനെ മുന്നോട്ട് കുറച്ച് ദൂരം അങ്ങ് പോകാം. പക്ഷേ നമ്മുടെ ബോട്ട് ഇവിടെ കിടക്കുന്നതിൻ്റെ പേര് നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെ ഒരു ബെഡ്റൂം കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഈ ഹൗസ് ബോട്ടിന് ഉള്ളിൽ കയറി ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ട് അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇതാണ് ബാത്റൂം സെറ്റാണ് അല്ലേ. ഇതാണ് ഹൗസ് ബോട്ടിനുള്ളിലെ ബാത്റൂം. ഇതൊക്കെ പക്ക ടൈലാണ് കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. അങ്ങനെ ഈ ഹൗസ് ബോട്ടിനുള്ളിൽ 2 ബെഡ്റൂമാണ് കേട്ടോ. അപ്പം ഇതിന് 2 വിൻഡോ ഉണ്ട്, ഓപ്പൺ വിൻഡോ ആണ്. ഇപ്പം സെയിം ആയിട്ടാണ് കേട്ടോ ബാത്റൂം കേട്ടോ. അടിപൊളി കുഷിനാണ് കേട്ടോ. നല്ല കിടക്കുന്നവർക്ക് കിടക്കൊന്നും ചെയ്യാം. അടിപൊളി ഡോറാണ് കേട്ടോ. ഇവരാണ് നമ്മുടെ ഈ ഇന്നത്തെ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ 2 കപ്പിത്താമാർ. ഓക്കെ, അപ്പം ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മുടെ കൂടെ വന്ന അണികൾ ഈ നിൽക്കുന്നതെല്ലാം ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. അപ്പം നമ്മൾ 10-18 അംഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ രാവിലെ 5 മണി തന്നെയാണ്, 5 മണിക്കാണ് കട്ടപ്പന പുറപ്പെട്ടത്. അപ്പോൾ ബാക്കി കഷ്ണങ്ങളെല്ലാം മേളിലുണ്ട്. അപ്പോൾ അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ദഹിക്കുന്നുണ്ട്. അതെല്ലാം ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ്. നമുക്ക് ഇനി മേളിൽ പോയി അവരെ പരിചയപ്പെട്ട് കടറിയത്. ആപ്പിൾ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യൻ ആപ്പിൾ കഴിക്കുന്നവരാണ് ഇത് കഴിക്കുന്നത്. എന്നാലും ഇവർക്കൊക്കെ എന്താ പറഞ്ഞതുപോലൊന്നും അറിയില്ല. എല്ലാവരും മടുത്തിരിക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല, ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ അങ്ങനെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് കഴിച്ചു. അത് തന്നെയല്ല, ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു ഫ്രൂട്ട്സാണ്. അതായത് മാങ്ങാപ്പഴമുണ്ട്, ആപ്പിളുണ്ട്. ഇതേ അങ്ങനെയാണ് ആപ്പിൾ കാണാത്താവല്ല. ആപ്പിൾ അടുത്ത് വെച്ചിരിക്കുന്നത്. ഒരാൾ ഉല്ലസിച്ചിരിക്കുന്നത്. കിട്ടിയ അവസരം മുതലാക്കുവാണ്. ഇവിടെ ഒരാളെ ഇരിക്കുന്നത്. അന്തമില്ല പൊന്തോലാണ് ഇരിക്കുന്നത്. എന്താ സംഭവം അറിഞ്ഞില്ല. ബാക്കിയുള്ളതല്ല അവിടെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ശേഷം കാഴ്ച. സ്പീഡ് കൊണ്ട് കേട്ടോ. സ്പീഡ് കൊണ്ട് കേട്ടോ. അപ്പോൾ പോക്ക് പോയിക്ക് നല്ല എല്ലാവരും വലിപ്പം കൂടുതലാണോ? നോക്കട്ടെ. ശബ്ദം കേട്ടില്ലേ? അടി അടി അടി. ട്രാക്ക് കേൾക്കാൻ പറ്റുമോ നോക്കി.
വേറൊരു പാട്ട് ഇഷ്ടമുള്ള പാടി ഇഷ്ടമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം സമയം 10 മണിയായി കേട്ടോ. അപ്പോൾ നല്ല കപ്പയും നല്ല തലക്കറിയാണ് കേട്ടോ. എന്ത് മീനിന്റെ തലയാണെന്ന് നമുക്കില്ല, നല്ല തലക്കറിയാണ് കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു തഞ്ചപ്പാടിലാണ് എല്ലാവരും. ഇതുവരെ ഞങ്ങളുടെ കപ്പ കറി എങ്ങനെയുണ്ട്? എന്ത് മീനാണെല്ലാം പറയാൻ പറ്റുമോ? എന്ത് മീനാ പറയാൻ പറ്റുമോ? സതീഷ് എന്നാ പറയാനുള്ള? നല്ല കപ്പ കറി. എന്ത് മീനാ പറയാൻ പറ്റുമോ? കപ്പ പറയാൻ പറ്റുമോ? സിലോപ്പിയ. മണിവളകിലുങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ്? മണിവളകിലുങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ്? ഇറങ്ങി പുറകെ പോണ വളരെ അങ്ങനെ നമ്മളിങ്ങനെ കയറി വന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല അങ്ങോട്ട്. നമ്മള് അടിപൊളി. ഇറങ്ങി വാ 4 പേരായിട്ടുള്ളൂ. ഇറങ്ങി വാ മടിച്ച് കടന്നിറങ്ങി ഇറങ്ങി വാ. 2 പേർ കൂടെ കയറി കിടക്കാം. വാ. പേടിയുണ്ടോ? പേടിയുണ്ടോ? ഒരിക്കലും ഇല്ല. വേമ്പനാട് കാര്യം നോക്കാം. പേടിയുണ്ടോ? ഇത് എന്നുണ്ടല്ലോ എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു. കയറണം, എൻജോയ്മെന്റ് ചെയ്യാൻ. എൻജോയ്മെന്റ്. എന്നാണോ അവിടെ ഇവിടെ വന്നു നമ്മള്? എത്ര ഉള്ളൂ? പേടിയുണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ. പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. ഓക്കെ. ഇതുവരോ? പേടിയില്ല. പിന്നെ വീഡിയോ കിട്ടും നമുക്ക്. ഇപ്പൊ ഇത് അപ്പൊ നമ്മളങ്ങനെ വേമ്പനാട്ടുകായലിൽ നിന്ന് അടുക്കാണ് കേട്ടോ. അടിപൊളി. അങ്ങോട്ട് പോട്ടോ കൂടെ. അമ്പനാട്ട് കായലില്ലേ
കട്ടപ്പനക്കാരെ കൊല്ലാൻ പോവാണ്. സെറ്റ് സൂപ്പർ. അവൻ ചാടിപ്പോടാ. ആരെ അങ്ങനെ പോകാനോട്ടാ സാധനം താത്തെന്ന് പറഞ്ഞ പക്ഷെ ഇവിടെ എന്നാ ഉണ്ടോ ഇവിടെ മുങ്ങിപ്പോത്തില്ല. ഈ സാധനം ഉണ്ട്, അതോർത്ത് പേടിക്കണ്ട. ആ ആർക്കട ഇവിടെ ആടൊക്കെ ചട്ടിക്കകത്ത് ഉള്ളിന്നാ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ നമ്മുടെ സ്പീഡ് ബോട്ടിൽ യാത്ര കഴിഞ്ഞ് എല്ലാവരും കയറുകയാണ് കേട്ടോ. എന്നാലും അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വേമ്പനാട്ടുകാരിന്റെ നടുവിലൂടെ ഇങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ ആണെന്ന് ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. എന്നാലും അടിപൊളി. അതൊക്കെ ഞങ്ങളൊന്ന് കയറിക്കോട്ടെ. കയറി നിക്കറൊക്കെ ഊരി പോയിക്കോട്ടെ. ഓ അടിപൊളി. ഇതിലൊക്കെ കേറിയില്ല മക്കളെ, നിങ്ങൾ വേമ്പനാട്ടുകാർ വന്നിട്ട് ചുമ്മാ അടിപൊളി. ആ പൈസ ഉണ്ടെന്ന് കൊടുത്താൽ എല്ലാവരും കൂടിയാ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ചിങ് ടൈമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹൗസ് ബോട്ടിലെ ഫുഡാണ്. സാമ്പാറുണ്ട്, തോരനുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്, പിന്നെ എന്താ നമുക്കുള്ള കരിമീൻ വറുത്തത്, പിന്നെ ചിക്കൻ കറി, പപ്പടമുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര എനർജി ആയിട്ടാണ് കഴിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ എന്നെ ആസ്വദിക്കുമായിരുന്നു. കായലിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു. ഫുഡാണോ ഞാൻ സൂപ്പർ സൂപ്പറാ, കുഴപ്പമില്ല. അടിപൊളിയാണോ അല്ലേ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇവിടെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളി, സൂപ്പർ. പരീക്ഷേ തൊപ്പിക്കാരാ തള്ളരുത് ഒരാളിരിക്കുന്നു. ഇവിടെ ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ല. ഇരിക്കും നമ്മളെ ചിക്കൻ കറി, കാബേജ്, കരിമീൻ, കച്ചമ്പറ്, പയറ്, അച്ചാറ്, പപ്പടം, സാമ്പാർ. ആഹാ സൂപ്പറാ.
അപ്പം നമ്മളങ്ങനെ കരിമീനും കോഴിക്കറിയും സാമ്പാറും പയറുതോരനും കാബേജും അച്ചാറും കച്ചമ്പറെല്ലാം കൂട്ടി പപ്പടം എല്ലാം കൂട്ടി നമ്മൾ ചോറുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലെ കുറച്ച് നടന്നു നോക്കാം. ഇവിടുത്തെ കുറേ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഉറങ്ങുന്നു. ആയ് സൂപ്പർ മണമുണ്ടോ നോക്കിയേ? സൂപ്പർ അല്ലേ, അടിപൊളി. ഇഷ്ടം പോലെ മാവുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു മാങ്ങാപ്പഴമൊക്കെ കിട്ടി. ഞങ്ങളിനി ഇത്തിരി ശക്കല നടക്കുക. ആഹാ ഉണ്ടോ, ഈ കായലിൻ്റെ മറുസൈഡ് കേട്ടോ നമ്മുടെ പാടമാണ് കേട്ടോ. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കായലിനെക്കാട്ടിൽ താഴ്ന്നാണ് ഈ പാടം നിൽക്കുന്നത് കേട്ടോ. എന്താ ഈ തെങ്ങുന്തടിയിലാണ് കേട്ടോ ഈ ഉള്ള ഹൗസ് ബോട്ടിലാണ് പിടിച്ച് കെട്ടിയിടുന്നത് കേട്ടോ. ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അങ്ങ് വരെ കിടക്കുവാണ്. കൊയ്ത്ത് കഴിഞ്ഞുള്ള പാടമാണ് കേട്ടോ. കരിക്കിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. കരിക്ക് കഴിച്ചതിൻ്റെ വേസ്റ്റ്. ആഹാ എന്ത് പരുന്താ പറക്കുന്നത് നോക്കിയാൽ പരുന്ത്. ആഹാ എന്തല്ലേ കാഴ്ച. നമ്മൾ ആ കായലിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഇവിടെ നല്ലൊരു വീടുണ്ട്. നല്ല ഒരുപാട് ഊഞ്ഞാലുകൾ, അതായത് കൊട്ട ഊഞ്ഞാലും വള്ളി ഊഞ്ഞാലും അല്ല സാറ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഫ്രഷ് മീൻ കായലിൽ നിന്ന് പിടിച്ച് വെട്ടിക്കൊടുക്കുകയാണേ. നമ്മൾ മീൻ വെട്ടുന്നൊന്നും അങ്ങോട്ട് എടുക്കുന്നില്ല. തീർച്ചയായിട്ടും വല ഊഞ്ഞാലിനകത്ത് കിടന്നുറങ്ങുന്നു. നല്ല കാറ്റാണ് കേട്ടോ, അടിപൊളി. അങ്ങനെ ആഹാ അവിടെ നേരം പെർഫെക്റ്റ് ഫുഡ് ഞാൻ അല്ല ഓറഞ്ച് ഞാൻ മേടിച്ചു. നല്ല ഊണൊക്കെ കഴിയാൻ ഉറങ്ങും കേട്ടോ. പോട്ടെ കിടന്ന് ഉറങ്ങുമോ? എന്താ സുഖമാണ് ഉറങ്ങുന്നത്. ഉറങ്ങുക. നമ്മുടെ കിച്ചൺ കേട്ടോ. പോട്ടെ നമ്മുടെ ഈ ഹൗസ് ബോട്ട് റിപ്പയേഴ്സ് എടുക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഈ ചെളിയിലെ ഇളക്കി മറിച്ചാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കിച്ചണൊക്കെ കണ്ടു. നമ്മളിനി പോവാണ്. എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണത്തിലിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഉല്ലാസയാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമുക്കതിന് നേരെയാണ് പോകേണ്ടത് കേട്ടോ. അവിടെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നാൽ നമ്മൾ അടിപൊളി ഓണൊക്കെ അടിച്ചാണ് പോകുന്നത്. ഇതിപ്പോൾ ചെന്ന് നമ്മൾ അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്താണ് കേട്ടോ. നമ്മൾ വരെ കേട്ടോ നമ്മൾ വന്ന് ആലപ്പുഴ നേരെ വന്ന് തോട്ടപ്പള്ളി വരെയാണ് വന്നത്. നമ്മൾ അവിടുന്ന് കടലും കാരുമായിട്ട് സംഗമിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ വരെ വന്നത് കേട്ടോ. അവിടുന്നാണ് നമ്മൾ തിരിച്ച് വീട് നമ്മളിനി കയറി കൊടുത്തിട്ട് തന്നെ പോകുന്നത്.
പൊട്ടിച്ച് ഉല്ലസിച്ചാണ് പോകുന്നത് കേട്ടോ. ആയ് ആക്കാതെ വെള്ളമെല്ലാം കയറി കിടക്കുന്ന പാടമാണ് കേട്ടോ. വെള്ളം കയറി കിടക്കുന്നതാണ്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതാണ്. എന്നാണ് നല്ല സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു 4 കൂടുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ. ജംഗ്ഷനല്ല, 4 കൂടുന്ന ഒരു സ്ഥലം. നേരെ അങ്ങനെ പോകാം, ഇത് ഇങ്ങനെ പോകാം. ഇതും കേട്ടോ നമ്മൾ നേരെ നമ്മൾ റൈറ്റ് സൈഡിലൂടെ പോകാം. നമ്മൾ റൈറ്റ് സൈഡിലൂടെ പോകാൻ ആയിരിക്കാം. മൂന്ന് കായൽ ചേരുന്നിടം വരെ ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ഇത് 3 കാര്യം ചെയ്യുന്നുള്ളതല്ലേ? ഇത് 3 കാര്യം ചെയ്യുന്നതാണ് കേട്ടോ. ഇതിലും ഇതെല്ലാം കൂടെ, അതാണ് ഈ 3 കൂടുന്ന ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പച്ച മലയാളത്തിൽ. 3 കൂടുന്ന വാട്ടർ ചേട്ടാ, ഇത് 3 കൂടുന്ന ജംഗ്ഷൻ അല്ലേ? ഇത് 3 കൂടുന്ന ജംഗ്ഷൻ അല്ലേ? ഇത് എവിടുന്നൊക്കെ കാര്യം വരുന്നത്? ഇത് നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയം പോവാം. കോട്ടയം. അതെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റാണി ചിത്ര മാർത്താണ്ട്. ഇങ്ങോട്ടോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാതിരാമണലൊക്കെ പോകും. പാതിരാമണൽ. അതെ, ആഹാ. നമ്മൾ 1000 രൂപ കൂലി വെച്ചിട്ട് അവിടെ വന്ന് 850 രൂപ ചെയ്യുന്നുണ്ട്. അതിനുള്ള പണി അവിടെ പണിയുള്ളൂ. എന്റെ ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ശരിക്കും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം വലക്കകത്ത് കെട്ടി വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കും. അല്ല സംഭവം ഐറ്റം അത് തന്നെ.